ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാഹി തുക്കട സ്വീറ്റാണ്. ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമുള്ളതാണ്. കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷാഹി തുക്കട ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പാല് ബോയിൽ ചെയ്യുക. 1/2 ലിറ്റർ പാലാണ്, വെള്ളം ഒഴിക്കാത്ത പാലാണ് ബോയിൽ ചെയ്യുന്നത്. ഒരു 3 സ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതിടുക. നമുക്ക് പാല് വേഗം കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പാലിൽ കുറച്ച് പിസ്ത അരച്ച് ചേർത്താൽ നമുക്കിത് വേഗം കുറുകി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാണ്. ഇതിലോട്ട് ഓൾമോസ്റ്റ് നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പിസ്താഷ്യോ പൗഡർ ആക്കിയത് ഇടാണ്. നമുക്ക് ഗാർണിഷിനും വേണം. അപ്പം നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സാഫ്രൻ ഒക്കെ ഇടാം. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും ഇടുന്നില്ല. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അടുത്തത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് 1 ബൗൾ ഷുഗർ, കുറച്ച് വെള്ളം മതി. നമുക്കൊന്ന് മുക്കി എടുക്കാനുള്ള അളവ്. ഇതിലേക്ക് 2 ഏലക്ക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്രൗൺ പോർഷൻസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിൽ. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പീസ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഗ്രേപ്സും കൂടെ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് മുക്കി എടുത്താൽ മതി. ഒത്തിരി നേരം ഷുഗർ സിറപ്പിൽ ഇടരുത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമുക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ടും വേണം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഈ പാല് മെല്ലെ ഒഴിക്കാണ്.
ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും പിന്നെ പിസ്താഷ്യോസും ഇട്ടിട്ട് അലങ്കരിക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഒരു 1 hourന്. അതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ യമ്മി ഷാഹി തുക്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുത്തു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.